ആക്സിഡന്റലി നമ്മളുടെ സെയിം ആയിട്ടാ അല്ലേ? ആക്സിഡന്റലി സെയിം ആയതാണ്. വെൽ പ്ലാൻഡ് ആയിട്ടിട്ട് വന്നിട്ട് ആക്സിഡന്റലി സെയിം ആയതാണ്. ഗൈസ് നമ്മൾ എവിടെ പോണി ഗൈസ്? പറയൂ ഗൈസ്. സമയം പറഞ്ഞു നമ്മളെങ്ങോട്ട് പോവാ? സ്ട്രോബെറി ഗാർഡൻ. ഞങ്ങള് സ്ട്രോബെറി പറിക്കാൻ പോവാണ്. അതുകൊണ്ട് ഒളിച്ചു കളിക്കണം. അതെ, എടുത്തിട്ടില്ല. വീഡിയോ എടുക്കുന്നത്. ഞങ്ങൾ സ്ട്രോബെറി ഗാർഡനിൽ പോവാണ്. അതുകൊണ്ട് അബ്ബയാണ് ബാക്കി പറയുന്നത്. അതുകൊണ്ട് അബ്ബ പറഞ്ഞു. അതെ, കഴിഞ്ഞ ദിവസം പോയി പണി പാടായിട്ട് വന്നതിന്റെ അന്ന് ഇതില്ല, സ്ട്രോബെറി ഗാർഡൻ പൂത്തിട്ടേക്കുവായിരുന്നു. സൺഡേ പോയിട്ട് തണുപ്പുണ്ട്. സൺഡേ നല്ല ചൂട്. ഇപ്പൊ ഇങ്ങോട്ട് ഇറങ്ങുമല്ലോ. സ്ട്രോബെറി പഠിക്കാൻ വേണ്ടി രണ്ടാമത്തെ ട്രിപ്പാണ്. ഞായറാഴ്ച പോയിട്ട് സൺഡേ ഉച്ച വരെ ഉള്ളായിരുന്നു, 12 മണി വരെ ഉള്ളായിരുന്നു. പോയിട്ട് പണി പാളിയിട്ട് തിരിച്ച് വന്നു. സെക്കൻഡ് ട്രിപ്പാണ് വ്യാഴാഴ്ച 4-ാം തീയതി പോയി നോക്കുന്നു. ഇപ്പോൾ സമയം 1:32 പോയി നോക്കാം. എന്താന്ന് വെച്ചാല് ബസ് അതിലേ പോവുകയാണെങ്കിലോ? യെസ്, ദാറ്റ്സ് എ ഗ്രേറ്റ് ഐഡിയ. പോയിക്കൊണ്ടിരിക്കുമ്പോൾ €16 2 കിലോ സ്ട്രോബെറി പറിക്കാൻ വേണ്ടി നമ്മൾ 2 മണിക്കൂർ യാത്ര ചെയ്ത്, 1.5 മണിക്കൂർ യാത്ര ചെയ്ത് പോവുകയാണ്. പറഞ്ഞ നടന്ന് പോയിക്കൊണ്ടിരിക്കുന്നു. Sir, look here. ഇങ്ങനെ നടന്നു കഴിഞ്ഞാൽ വണ്ടി പോകും. സ്പീഡ് നടന്നു കേട്ടോ. എന്തിനാ കോൾപ്പിങ്ങി പോന്നെ? 36 Es gibt keine Bus. Vielleicht. Nein, das ist nicht Bus. Aber unsere ഇവിടെ മാറിയിരിക്കുക. നമ്മുടെ സിഗ്നൽ വീട്ടില്ല. മാറി ഇതിൽ ട്രക്കൊക്കെ വരുന്നു. Come on. Los geht's. Das Überquere die Straße. നമ്മൾ റോഡ് ക്രോസ് ചെയ്ത് നമ്മൾ മറുകണ്ഠം ചാടിയിരിക്കുകയാണ്. സുഹൃത്തുക്കളെ, മറുകണ്ഠം ചാടിയിരിക്കുകയാണ്.
പറ്റുമോ? ബോഡി എക്സ്പീരിയൻസ് ഉണ്ടോ? സ്ട്രാസൻ ബാൻ പോന്ന കണ്ടു. ഇങ്ങനെ എന്തെങ്കിലും ബസ് ഓടിച്ചാണോ? അല്ല അങ്ങനെ എന്തെങ്കിലും ബസ് ഓടിച്ചാണല്ലോ. അങ്ങനെ ശ്വാസം പാൻ ഓടിക്കാൻ അറിയോ? ആ ഷൂണ സ്വെറ്റർ. വലിയ ചൂടും ഇല്ല, വലിയ തണുപ്പും ഇല്ല അല്ലേ? യെസ്, ഇനി വന്നാൽ പോകാം. വന്നു. കമൺ കമൺ Yalan zaman. Ciao Tonki, possibilità. Ja, ci ciao sul lavoro. Ja. നമ്മൾ ഓടി പിടിച്ച് വണ്ടിക്കകത്ത് ചാടി കയറി. ബീർ കഴിച്ചോണ്ടല്ലേ? ഞാനിപ്പോൾ എന്നാ ചിക്കനും ഞാൻ ഉണ്ടാക്കുന്നത് മന്തി കഴിച്ചിട്ടുള്ള എനർജി മൊത്തം തീർന്നു. Nächste Haltestelle. നല്ല തണുപ്പല്ലേ? Zentraler Umsteigepunkt. Umsteigemöglichkeit zu allen Straßenbahnen und den meisten Stadtbuslinien. Bitte beachten Sie die geänderten Straßenbahnlinien. ഡ്രസ്സ് ഇട്ടിട്ടുണ്ടെന്ന് മതി. ഇവിടെ ഡ്രസ്സ് ഇടാതല്ലേ നടക്കുന്നത്, പിന്നെയാണ് വൈകിട്ട് ഡ്രസ്സ്. കാണുന്നുണ്ടോ? നമ്മളെ കാണുന്നുണ്ടോ? സാറിനെ കാണുന്നുണ്ട്. Nächste Haltestelle. Schumannstraße. നല്ല വെതറല്ലേ? എല്ലാവരും ചില്ലി വലിന്ന് വലിയ ചില്ലി. സൈക്കിളും കൊണ്ട് പോകുന്ന ആൾക്കാര് വൈറ്റ് ഡ്രസ് അല്ലേ? ആ സൈക്കിളിൽ പോയാൽ അവരത് വൈറ്റ് ഡ്രസ് ഇതുള്ളു. എല്ലാവരും വൈറ്റ് ഡ്രസ്സിന് വെള്ളം വീട് അറിയാലോ. വൈറ്റ് കളേഴ്സ് സൺലൈറ്റ് മാത്രമല്ല അബ്സോർവ് ചെയ്യുന്നത്, അങ്ങനെയല്ലേ? പക്ഷെ ബ്ലാക്ക് എല്ലാ കളേഴ്സിനെ അബ്സോർവ് ചെയ്യും. ചൂട് കൂടെ എടുക്കുന്നു. നമ്മളും പോവാണ് ഏത് പള്ളിയിൽ. ബസ്സിൽ എത്തിയിരിക്കുകയാണ് സുഹൃത്തുക്കളെ. നല്ല തീപ്പൊരു വെയിലുണ്ട്. കുട എടുത്തിട്ടുണ്ടോ? പിന്നെ നമ്മൾ വെയിലത്ത് ഉള്ള പരിപാടിക്കാണല്ലോ പോകുന്നത്, അതുകൊണ്ട് കുഴപ്പമില്ല. എന്നാ വണ്ടി അടിച്ച് മഫാത്തായ നീ എടുക്കാത്തത് കൊണ്ടാണത് ശരിയാകാത്തത്. എടുത്തോണ്ടിരിക്കണം, അപ്പോൾ ശരിയായിക്കോളും. നമ്മൾ പ്ലാറ്റ്ഫോം നമ്പർ ദ്രായി. പ്ലാറ്റ്ഫോം നമ്പർ ദ്രായി. എല്ലാവരും അങ്ങനത്തെ ലൈറ്റ് യെല്ലോ, വൈറ്റ്, അങ്ങനെയുള്ള പല കളറായിരിക്കും നമ്മൾ ചൂസ് ചെയ്യാറ്. വല്ലതും വേണോ? കുടിക്കാനോ കഴിക്കാനോ വല്ലതും വേണോ? എന്നത് വരുമ്പോൾ ഇവിടുന്ന് പൈസ വല്ല ബസ് കിട്ടുവാണെങ്കിൽ നോക്കാം. അപ്പാട് 50 യൂറോ ആയിട്ടാണ് പോകുന്നത്. 50 യൂറോ പറയുമ്പോൾ നാട്ടിൽ 5000 രൂപ കൊണ്ട് കഴിഞ്ഞു. നാട്ടിലെ പൈസ വെച്ചാൽ നമ്മൾ റിച്ചാണ്.
ഇവിടുത്തെ പശ വെച്ച് നോക്കുമ്പോൾ നമ്മൾ പാത്രമാണ്. നമ്മളെന്താ കുറിച്ചുകൊണ്ട് പോകുന്നത് ഒരു ഷോട്ട് മിസ്സായിരുന്നു. നമ്മൾ വന്ന ട്രെയിൻ താണ്ടെ പോകുന്നു. ഇത് ഗോറ്റിങ്ങും കിടക്കും, അതും പോകുന്നു. എല്ലാ വണ്ടിയും പോയി, പ്ലാറ്റ്ഫോം കാലി. തള്ളക്കൊന്നും പൊള്ളത്തില്ല. ഇത് വെയിലത്ത് ഉമ്മ ഇരുന്ന് ഓണം വിളിച്ചോണ്ടിരിക്കുക. സീൻ വെയിൽ. അവിടെ ഒരു കൂടാരമുണ്ട്, കൂടാരത്തിനകത്ത് പോയി ഇരിക്കാതെ ഇവിടെ ഇരുന്ന് വെയിൽ കൊണ്ടിരിക്കുക. കഴിഞ്ഞ ദിവസം ഞങ്ങൾ കാരണം തണുത്ത് ഒരു പരിവായിട്ടിരിക്കുന്നത് ഞാൻ അങ്ങനെ കഴിക്കാൻ. അണ്ടർ ബ്രിഡ്ജ് ഉണ്ട്. അണ്ടർ ബ്രിഡ്ജ് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ട് പെയിൻറ്റിങ് ഒക്കെ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഉണ്ടർബ ഒരു ബസ്സാണോ? അല്ല, ബസ്സല്ല, ട്രാമല്ല. സ്ട്രോബെറി പാടം തേടി മന്ദം നടന്നു കിടുന്ന സ്ട്രോബെറി ചെടിയായിട്ടോ നിൽക്കുള്ളൂ, മരമായിട്ട് നിൽക്കത്തില്ല. നന്നതിനോട് ഞാൻ പറഞ്ഞില്ലേ. വെയിലിൻ്റെ കാഠിന്യം ഏറി വരുന്നു. ഇതാണ് ബെറീസ്. ഇവിടെ സൂപ്പർ മാർക്കറ്റിലൊക്കെ മേടിക്കാൻ കിട്ടുന്ന ബെറി. ഇന്നത്തെ വെതർ വലിയ ഫേവറബിളാണ്. കാരണം വെയിലുണ്ടെങ്കിലും വലിയ ചൂടില്ല. ഉണ്ടോ? കഴിഞ്ഞ 33 22 എങ്ങാണ്ടേ ഉള്ളൂ. ഇന്നലെയൊക്കെ നല്ല മഴയല്ലേ. കാറ്റുള്ളതുകൊണ്ട് വലിയ വിഷയമില്ല, നടക്കാൻ പറ്റുന്നുണ്ട്. ഗോതമ്പ് പാടം, ഇങ്ങനെ സൈഡ് റെയിൽവേ ട്രാക്ക്. ഇവിടെ ബെറി നിൽക്കുന്നു. യൂട്യൂബിൽ ഇതുമായിട്ട് അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. ഇതിന് കാണുന്ന മതി. ലാപ്ടോപ്പിൽ വരുമല്ലോ അത്. ആയിക്കോട്ടെ. റെയിൽവേ സ്റ്റേഷൻ. ഇത് കാർ കിടക്കുന്ന ഈ കാറെല്ലാം ട്രെയിനിൽ കയറ്റി കൊണ്ടുവന്ന്.
ഇതെന്തോ ബെറിയാണല്ലോ ഇവിടെ. സുഹൃത്തുക്കളെ ഇതാണ് പ്ലം ഉണ്ടാക്കുന്നുണ്ട്. പ്ലമ്മോ പീച്ചോ എങ്ങാണ്ടാണ്, കറക്റ്റ് ഏതാണെന്ന് അറിയത്തില്ല, പഴുത്തിട്ടില്ല. ഇതാ നീ ഇത് ഇവിടെ കൊണ്ടുവച്ചിട്ടില്ലേ? ഞാൻ കൊണ്ടുവച്ച പിഗ്ഗല്ല കഴിച്ചു നോക്കിയപ്പോൾ ഭയങ്കര കഴിപ്പ്. ഞാൻ പറഞ്ഞു അപ്പാനോട് മനസ്സിലോട് മൊത്തം എക്സ്പ്രഷനിൽ നിന്ന് എല്ലാം മനസ്സിലാക്കാൻ പറ്റും. നമ്മൾ സ്ട്രോബെറി പാടം തേടിയുള്ള നമ്മുടെ സഞ്ചാരം തുടരുകയാണ് സുഹൃത്തുക്കളെ. ആക്ച്വലി ഗോസ്നെറ്റ്സ് റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് 3 കിലോമീറ്റർ നടക്കാനുണ്ട്. ബസ് ഇനി 2 മണിക്കൂർ കഴിഞ്ഞേ ഉള്ളൂ കണക്ഷൻ വേണ്ടി. അപ്പം ഞങ്ങൾ നടക്കാൻ തീരുമാനിച്ചു. നല്ല കാറ്റൊക്കെ കൊണ്ടിങ്ങനെ നടക്കും. മരങ്ങൾ വളർന്നിട്ടുണ്ട്, പഴുത്തിട്ടില്ല. കഴിക്കാൻ പറ്റുന്നൊക്കെ ഞങ്ങൾ ട്രൈ ചെയ്ത് നോക്കിയിട്ടുണ്ട്. അവിടെ വയറ് കാലൊക്കെ ഇട്ടിട്ടുണ്ട്. അവിടെ നിന്ന് സ്ട്രോബെറി പറിച്ച് തിന്നുന്നതാണ്. സ്ട്രോബെറി കാണുന്ന പ്രതീക്ഷയിലാണ് ഈ പോകുന്നത്. ഇതിലോട്ടാ പോകുന്നതാണ്. സൈഡിൽ കൂടെ ഒരു അരുവി ഒഴുകുന്നുണ്ട്. അരുവിയിൽ നിറച്ച് വെള്ളമുണ്ട്. വെള്ളത്തിൻ്റെ ഫ്ലോയും ഉണ്ട്. വെള്ളം കൂടി തോന്നുന്നില്ല കഴിഞ്ഞ ദിവസത്തെക്കാട്ടില്. പിന്നെ കുളിച്ചാലോ? റെയിൽവേ ക്രോസിൻ്റെ റെയിൽവേ ട്രാക്കിൻ്റെ സൈഡിൽ കൂടെയുള്ള വഴി കൂടെ ഒന്ന് അഴിഞ്ഞ് കയറി അപ്പുറം കിടക്കുക. ആക്ച്വലി ഇറ്റ് ഈസ് നോട്ട് പെർമിറ്റഡ് ടു ബ്ലോക്ക് ഹിയർ. Schnell bitte, schnell. Schnell bitte, schnell. Komm gleich. Komm, mein Liebe. ജലദോഷം പിടിച്ചിട്ടുണ്ടാണ് അപ്പോഴേ. അങ്ങനെ നമ്മൾ പകുതി ദൂരം പിന്നിട്ടിരിക്കുകയാണ് സുഹൃത്തുക്കളെ. ഇനി ഏതാനും ഒരു 1.5 കിലോമീറ്ററുകൾ നടന്നു കഴിഞ്ഞാൽ നമ്മൾ എയർബിയർ ഫീൽഡിൽ എത്തിയിരിക്കുന്നതായിരിക്കും. ജർമ്മനിയിൽ സ്ട്രോബെറിക്ക് പറയുന്നതാണ് എയർബിയർ. സ്ട്രോബെറി ഫീൽഡിൽ വെച്ച് ഞാൻ എൻ്റെ
പ്രിയതമയ്ക്ക് എൻ്റെ ഹൃദയം കൈമാറുന്നതായിരിക്കും. വൃത്തികെട്ടവൻ. മതിയുണ്ട് പൊട്ടശ്ശേരി. ഒന്നും ഒച്ച വെക്കാതെ കുഞ്ഞു നിർത്താൻ പറഞ്ഞു കേട്ടോ. ശരിക്കും കൃഷി ആരുടെ പ്രൈവറ്റ് പ്രോപ്പർട്ടിയാണ്. അതിലെ വഴിയുണ്ടോ? തരികല്ലേ ആരും ഇല്ലേ? എന്നും പണി പാടും. മുട്ടുകൊണ്ട് തുറക്കപ്പെടുന്ന ആളുള്ളൂ. മുട്ടിക്കൊണ്ടേ ഇരിക്കാം നമുക്ക്, എന്തെങ്കിലും തുറന്ന് കിട്ടും. അതാണ് എന്തൊക്കെയോ പഴയ എന്തൊക്കെയോ സ്ഥിതിയുടെ ഇതെല്ലാം പഴയ എന്തോ തെറ്റിപ്പോണം. പഴയ കൃഷി പണിയായുധങ്ങളാണ് രാജാവെന്ന് പറയുന്നത്. പഴയ പണിയായുധങ്ങളാണ്. ഇപ്പോൾ ഒരു അനക്കവും ഇല്ലായിരുന്നേ. ഇന്നിപ്പോൾ ഫ്രൈഡേ ആയപ്പോൾ ചേട്ടൊക്കെ നല്ല അനക്കമൊക്കെ ഉണ്ട്. അവിടെ മുട്ടിലും തട്ടിലൊക്കെ എത്തുന്നുണ്ട്. എന്നാലും വലിയ മാറ്റമൊന്നുമില്ലേ. ജർമ്മൻ ഗ്രാമത്തിലൂടെ മന്ദം നീങ്ങിക്കൊണ്ടിരിക്കുന്ന 3 ഇന്ത്യൻ പൗരത്വങ്ങൾ. 3 അല്ല 2.5 അവരുടെ ട്രാൻസിറ്റ് ഏരിയ അത് അവിടെയായിട്ടാണ്. അങ്ങനെ നമ്മൾ ഒരുവിധം റോഡിലെത്തിയിട്ടുണ്ട്. राइड एक्सप्रेस कहीं से करना भी राइडर करना भी Samstag und Sonntag, Freitag. കേട്ടോ. അത് ഇടിച്ചത് ഏത് വണ്ടിയാണ്? അത് സുസുക്കിയുടെ വണ്ടിയാണ് കേട്ടോ. സുസുക്കിയുടെ വണ്ടി, സുസുക്കി വണ്ടി. അങ്ങനെ നമ്മൾ നമ്മുടെ നാട്ടിലൊരു വണ്ടിയാണ് സാൻഡ്രോ. അതിവിടെയുണ്ട്. നട്ടപ്പ് ഏതാ പോവാന്ന് എനിക്കറിയത്തില്ല. അതുകൊണ്ട് ഞാൻ
ഇതിനെക്കുറിച്ച് അഭിപ്രായം പറയുന്നില്ല. പിള്ളേരൊക്കെ എൻജോയ് ചെയ്യുന്നു, കാണത്തില്ലല്ലോ. വേറെന്താ ഫ്രൂട്ട്? ഫ്രൂട്ടാണ്, ആ കാണാൻ ചെടിയാണ്. നോക്കൂ, യെസ്. Hallo. Und dann könnt ihr gehen. Bitte. കൊട്ടയം കേട്ടിട്ടുണ്ട്, കൊട്ടയും വട്ടിയായിട്ട് പോകുന്നുണ്ട്. നമ്മുടെ ചാതിരുടെ ഏരിയ അവിടെ ഒട്ടി അതൊന്നും ഇല്ലേ? എല്ലാവരും ബസ് കയറുന്നത് അടിയിലൊക്കെ ഉണ്ടൊക്കെ നിൽപ്പുണ്ട്. വീഡിയോ ഒക്കെ കാണിക്കാൻ വേണ്ടിയിട്ട് നിൽക്കുന്നു. കൊട്ടയം വട്ടിയായിട്ട് നടക്കുന്നുണ്ട്. ആൽബ, ഓരോരോ വെറൈറ്റി ഐറ്റംസ്. ഇത് ആൽബ. കറക്റ്റ് ഫ്രെയിമൊക്കെ ഒരു ഗുഡ്സ് ട്രെയിൻ പോകുന്നുണ്ട്. ഇതുണ്ട് സ്ട്രോബെറി. ഇത് കേടാണല്ലോ, ഇത് കേടാണല്ലോ. ഇല്ല, ചോട്ടില്ല, അവിടെ നിൽക്കൂ. എൻ്റെ കൂടെ വന്നാൽ മതി. ഓ, വർഷം കാണിച്ചേ. ഇടയിലെല്ലാം ഉണ്ടായി നിൽപ്പുണ്ട്. പറിക്കാൻ വരെ ടാസ്ക് പരിപാടിയാണ്. ഇഷ്ടംപോലെ നിൽപ്പുണ്ട് അടിയിൽ. ഇവിടെ ഇഷ്ടം പോലെ ഉണ്ട്.
ആശ വരും ചിലപ്പോ. അവിടെ കൈ പറ്റിയ അമ്മക്ക് തുടക്കാലോ. അതാ സൈലൻസ് അവ ആറിക്കുന്നു. നല്ല പൈസ കുഞ്ഞു ചാടാ ഈ പാടത്തിന് നടുവിലൂടെ. അതെ വീണോ? കേടാണോ എന്നുവെച്ച് എടങ്ങോട്ടാ കൊണ്ടേ